പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന വിഷയം, അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട അച്ചായൻ ഒരു സാധനം എടുത്തിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാനായിരിക്കുന്ന തോമസ് തറയിൽ പിതാവ് ശാലേൻ TV-യിൽ നടത്തിയ ഒരു ചർച്ചയ്ക്കിടയിൽ ഒരു പെൺകുട്ടിയുടെ ചോദ്യം, സ്നാനം മുതിർന്നിട്ട് പോരെ, അത് കൊച്ചുനാളിൽ എന്തിനാ കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പം പിതാവ് തൻ്റെ അജഗണത്തിലുള്ള ഒരാൾ ചോദിക്കുമ്പോൾ അതേപോലുള്ള അത്രയും സിമ്പിളായിട്ട് ചോദിച്ചതിന് ഒരു സിമ്പിളായിട്ട് പിതാവ് ഒരു മറുപടി പറഞ്ഞു, ലോജിക്കലായിട്ട് തോന്നുന്ന ഒരു മറുപടി പറഞ്ഞു. അത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ചോദ്യമോ അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ മറുപടി ആയിരുന്നില്ല. അങ്ങനെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ അത് അതെടുത്ത് ഷെയർ ചെയ്ത അച്ചായന് അത് വളരെ ഫീൽ ചെയ്തു. കാരണം അച്ചായൻ അതിനകത്ത് ദൈവശാസ്ത്രം, അച്ചായൻ അതിനകത്തൊരു ഹെഡിങ് ഒക്കെ ഇട്ട് അച്ചായൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങളുടെ കൂടെ വളർന്നു കഴിയുമ്പോൾ പോകുന്നു. അപ്പം ഇത് ഓരോ തെറ്റിദ്ധാരണകളാണ്. അതായത് ബൈബിളിനെ പറ്റിയോ ആദിമസഭയെ പറ്റിയോ വളരെ ബോധമില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ, ബോധമില്ലാതെ ബൈബിളിനെ മാത്രം അന്ധമായി വിശ്വസിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ഇട്ട ഒരു പോസ്റ്റായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. കാരണം അതിനകത്ത് എന്തായിരുന്നു ഈ സ്നാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾ മാമോദീസ എന്ന് പറയും, പെന്തിക്കോസ്തുകാർ സ്നാനം എന്ന് പറയും. സ്നാനത്തെ പറ്റി രണ്ട് കാര്യങ്ങളാണ് ബൈബിളിൽ പറയുന്നത്. ഒന്ന് മർക്കോസിന്റെ സുവിശേഷത്തിലും ഒന്ന് യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷത്തിലും. അങ്ങനെ രണ്ടിടത്താണ് ഇത് പറയുന്നത്. അതിൽ മർക്കോസിന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ വാക്യം എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അതായത് അവിടെയാണ് പറയുന്നത്, സുവിശേഷം ലോകത്തെങ്ങും പോയി, സർവ്വലോകത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കണം, സ്നാനമെടുക്കണം. അപ്പോൾ അതായത് വിശ്വാസ സ്നാനം എന്ന് പറയുന്ന സാധനം അവിടെയാണ് എഴുതിയിരിക്കുന്നത്. ആയിക്കോട്ടെ, ഇനി ഇത് മാത്രമല്ല, ഇനി അടുത്തതുണ്ട്. അതായത് മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ലോകമെങ്ങും പോയി ശിഷ്യപ്പെടുത്തണം, എന്നിട്ട് അവർക്ക് സ്നാനപ്പെടുത്തണം, എന്നിട്ട് അവരെ പഠിപ്പിക്കണം. ക്രിസ്തു പറഞ്ഞതൊക്കെയും പഠിപ്പിക്കണമെന്നാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ പറയും. അപ്പം ഞാൻ വേണമെങ്കിൽ ആ രണ്ട് വാക്യങ്ങൾ വായിക്കാം. കാരണം നമുക്ക് തെളിവാർന്ന, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ചായൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് സുവ്യക്തവും സുദൃഢവും സുശക്തവുമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നിങ്ങൾക്ക് വായിക്കാം. അപ്പം 15-16 വാക്യങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വാസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യം എടുത്തു വച്ചിട്ടാണ് മുതിർന്നേ സ്നാനം സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന്, അതായത് ബോധ്യത്തിൽ വേണം മുതിർന്നേ സ്നാനം സ്വീകരിക്കാൻ പാടുള്ളെന്ന് നമ്മൾ കാണുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന പെന്തിക്കോസ്തുകാർ മുഴുവൻ ചുമന്നുകൊണ്ട് നടക്കുന്ന വാക്യമാണിത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാമത്തെ വാക്യം മുതൽ അങ്ങോട്ട് കിടക്കുന്ന വാക്യങ്ങൾ പിന്നീട് കാലക്രമത്തിൽ ബൈബിളിൽ വന്ന വാക്യങ്ങൾ, മനസ്സിലായോ? അതായത് അത് സംശയമുള്ള വാക്യങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആധികാരികതയിൽ സംശയമുണ്ട്. അതുകൊണ്ട് അതെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ബ്രാക്കറ്റിനകത്താണ് ഇട്ടേക്കുന്നത്. അത് സത്യവേദ പുസ്തകം വായിക്കുന്നവർ ഇനി ഈ അച്ചായനായാലും ചെന്ന് നോക്കണം.
അത് സംശയമുള്ള വാക്യങ്ങളുടെ കൂട്ടത്തിലാണ്. അത് പിന്നീട് ചേർക്കപ്പെട്ടതാ ബൈബിളിൽ. അപ്പം അതുകൊണ്ട് അതിന് ഇല്ല എന്നല്ല പറയുന്നത്. അതിനൊരു കോണ്ടക്സ്റ്റ് ഉണ്ട്. എന്താണ് ആ കോണ്ടക്സ്റ്റ്? അതായത് പഴയ നിയമ കർത്താവിൽ നിന്ന്, ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, പഴയ നിയമ കർത്താവിൽ നിന്ന് പുതിയ നിയമ കർത്താവിലേക്കുള്ള മാറ്റമാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിലൂടെ സംഭവിച്ചത്. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. പഴയ നിയമ കർത്താവിൽ നിന്ന് പുതിയ നിയമ കർത്താവിലേക്കുള്ള മാറ്റത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്, ഈ സ്നാനത്തെ പറ്റി പറയുന്നത്. കാരണം യഹൂദനെ സംബന്ധിച്ച് യഹൂദന്റെ കർത്താവ് ആയിരിക്കുന്ന അച്ചായൻ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന യഹോവയുടെ നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8-ാം ദിവസം പരിച്ഛേദന കഴിക്കണം, അവൻ യഹൂദനാകണമെങ്കിൽ. നമ്മുടെ കർത്താവും ഏറ്റു യഹൂദനായതുകൊണ്ട്. അപ്പോൾ ആ കർത്താവിന്റെ നിയമമാണ് എന്ത്? ആ കർത്താവിന്റെ നിയമമാണ് പരിച്ഛേദന. അതേസമയം പുതിയ നിയമകർത്താവ് യേശു കർത്താവിനോട് നമ്മൾ അവന്റെ മരണത്തോട് ഏകീഭവിക്കുന്ന ശുശ്രൂഷയാണ് സ്നാനം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അത് ആ ഒരു വ്യത്യാസം വരുന്നത് ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുന്ന ആൾക്കാര് അത് ഈ പഴയ കർത്താവിൽ നിന്ന് പുതിയ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അത് ബോധ്യത്തിൽ നിന്നായിരിക്കണം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവൻ അത് ബോധ്യത്തിൽ സ്വീകരിക്കണം എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും യേശു കർത്താവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം എന്ന് അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അങ്ങനെ വിശ്വസിച്ച് പുരുഷാരം സ്നാനമേറ്റു എന്ന് നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ. പിന്നെ തുടർന്നിങ്ങോട്ട് വരും അപ്പോസ്തല പ്രവൃത്തികളിലും പൗലോസിന്റെ ലേഖനങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസ സ്നാനമേൽക്കുന്നത്. പക്ഷേ ബൈബിളിൽ എവിടെയും, അതായത് കുടുംബമായിട്ട് സ്നാനമേറ്റ പലരെയും നമ്മൾ ബൈബിളിൽ കുടുംബത്തോടെ സ്നാനമേറ്റു, പിന്നെ തടവറ സൂക്ഷിപ്പുകാരനും ഭാര്യയും അവരും കുടുംബത്തോടെ സ്നാനമേറ്റു, പിന്നെ സ്ത്രീ സ്നാനമേക്കുന്നു, അങ്ങനെ കുടുംബത്തോടെ സ്നാനമേറ്റു എന്ന് ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്. അപ്പൊ കുടുംബം അത് ഏതാണ്ട് ഒരു 5-6 കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ആ കുടുംബം എന്ന് പറയുമ്പോൾ അവരെല്ലാവരും എന്ന് തന്നെയാണ് അർത്ഥം. ക്രിസ്ത്യാനി കുടുംബം എന്ന് പറയുമ്പോൾ അതില് പിന്നെ മക്കളും അപ്പനും, അല്ലെങ്കിൽ അപ്പനും അമ്മയും മാത്രം എന്നല്ല, മക്കള്, അപ്പൻ, അമ്മ മുഴുവനും. ഇപ്പോ ഇസ്രായേലിന്റെ ദൈവം, അതായത് ഇസ്രായേലിന്റെ ദൈവം അബ്രഹാമിനോട് കൽപ്പിക്കുന്നത് പോലും ഈ പരിച്ഛേദന ആ കുടുംബത്തിലുള്ളവരും അവിടുത്തെ ഭൃത്യന്മാരുൾപ്പെടെ എല്ലാവരും പരിച്ഛേദന കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ആ പരിച്ഛേദന എന്ന് പറയുന്ന കൽപ്പനയിൽ നിന്ന് ആരും ഒഴിവാക്കിയിട്ടില്ല. അതേപോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർ കുടുംബത്തോടെ സ്നാനമേറ്റു എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സ്നാനമേൽക്കുമ്പോൾ മുതിർന്ന സ്നാനമേ പാടുള്ളൂ എന്ന് ബൈബിള് പഠിപ്പിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ സ്നാനത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശു ക്രിസ്തു സ്വന്തം വായാൽ പറയുന്നതാണ്. നമുക്ക് കാണാം മത്തായി ശ്ലീഹായുടെ സുവിശേഷം 28 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. മത്തായി 28 20-ാമത്തെ വാക്യം: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. 19-ാമത്തെ വാക്യം വായിക്കണം ആദ്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു എന്താ പറഞ്ഞേ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ആദ്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചിട്ട് കർത്താവ് പറഞ്ഞ കൽപ്പനകൾ പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും
എന്നിട്ട് അവരെ ശിഷ്യരാക്കിക്കൊള്ളണം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് വളരെ വ്യക്തമായിട്ട്, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് അവരെ ഉപദേശിച്ച് അവരെ ശിഷ്യരാക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഈ മുതിർന്ന സ്നാനവും ഈ പറയുന്ന, അതായത് മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 16 വാക്യത്തിൽ പറയുന്ന കാര്യവും, അതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 19, 20 വാക്യങ്ങൾ പറയുന്നത് സഭ വളരെ കൃത്യമായി ചെയ്യുന്നതാണ്. സഭ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയതായിട്ടൊരാള്, അതായത് എവിടുന്നെങ്കിലും പുതിയതായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാനായി തയ്യാറായി മുതിർന്ന ഒരാൾ വരികയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ മുതിർന്നവർക്ക് വിശ്വാസ സ്നാനം തന്നെയാണ് കൊടുക്കുന്നത്. ആ മനുഷ്യന് അവനെ വിശ്വസിച്ച് അവന് വിശ്വാസ സ്നാനം കൊടുക്കുന്നു. എന്നാൽ ഞങ്ങൾ കുട്ടികളെ എന്തിനാണ് കുട്ടികളെ സ്നാനപ്പെടുത്താൻ ബൈബിളിൽ വാക്യമുണ്ടോ? ഉണ്ട്. അതാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 28 അധ്യായം 19, 20 വാക്യങ്ങൾ. അതായത് ഞങ്ങളുടെ കുട്ടികളെ, അതായത് ക്രിസ്ത്യാനികളുടെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അവരെ ഞങ്ങൾ മാമോദീസ കൊടുക്കുന്നു. അവർ വളർന്നു വരുന്ന, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന കാലം വരെയും അവരെ വിശ്വാസത്തിൽ നടത്താനുള്ള ബാധ്യത അവന്റെ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും അത് ഏറ്റു പറയുകയാണ് മാമോദീസയിൽ. അത് ഏറ്റു പറഞ്ഞ് ഞങ്ങൾ അവരെ വളർത്തിക്കൊണ്ടുവരുന്നു. അതിനുശേഷം അവരെ പഠിപ്പിച്ച് ആ ക്രിസ്തു വിശ്വാസം പഠിപ്പിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ തന്റെ ആദ്യ കുർബാന സ്വീകരിക്കുന്നു. അവ കർത്താവ് രക്ഷകനുമായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴാണ് അവൻ മുതിർന്നു കഴിയുമ്പോൾ അവൻ കർത്തൃമേശ എന്ന് നിങ്ങൾ ബന്ധിക്കോസുകാർ പറയുന്ന ആ കാര്യം ചെയ്യുന്നത്. അപ്പൊ അവൻ വളരെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് പെന്തിക്കോസുകാരനെ സംബന്ധിച്ചും യഹോവ സാക്ഷിക്കാരനെ സംബന്ധിച്ചും അതൊരു പൊതിയാത്ത തേങ്ങയാണ്. അപ്പോസ്തോലിക വിശ്വാസം പേറുന്ന അല്ലെങ്കിൽ സുറിയാനി വിശ്വാസം പേറുന്ന ഞങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന മാർഗത്തിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശിശുക്കൾക്ക് സ്നാനം നൽകുന്നതിലൂടെ ഞങ്ങൾ ബൈബിൾ വിരുദ്ധമായി ഒന്നും പഠിപ്പിക്കുന്നില്ല. അതേസമയം നിങ്ങൾ ഈ വിശ്വാസം നിങ്ങളുടെ തലമുറയിലേക്ക് പകർന്നു നൽകാതെ നിങ്ങൾ ഒരു പ്രായം വരെ, അതായത് പ്രായമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം, അതായത് ഗുഹ്യഭാഗങ്ങളിൽ രോമം കിളിക്കുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കർത്താവിനെ കൊടുക്കാൻ, നിങ്ങൾ കർത്താവിനെ അവർക്ക് കൊടുക്കത്തില്ല. അതുവരെ അവർക്ക് സ്നാനപ്പെടാൻ പറ്റില്ല. ഗുഹ്യഭാഗത്ത് രോമം കളിക്കുന്നത് വരെ നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഇതാണ് നിങ്ങളുടെ ക്രൈറ്റീരിയ. ഈ പ്രായം വരെ നിങ്ങൾക്ക് കർത്താവും രക്ഷിതാവുമായിട്ട് കർത്താവിനെ സ്വീകരിക്കാനോ സ്നാനമേൽക്കാനോ നിങ്ങൾക്ക് കഴിയില്ല പെന്തിക്കോസുകാർക്ക്. അതേസമയം ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ വളർത്തി ഞങ്ങൾ വലുതാക്കുന്നുണ്ട്. ഇനി ചോദിക്കുന്നു, അങ്ങനെ വിശ്വസിക്കാത്തവരെ അശുദ്ധരായി വിശ്വസിക്കാത്തവർക്ക് എങ്ങനെ ചെയ്യും? പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മൂലവും ഭാര്യ മൂലവും വിശുദ്ധരാകുന്നു. അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒരാൾ വിശുദ്ധരാണെങ്കിൽ അവരുടെ വിശുദ്ധി മൂലം ബാക്കിയുള്ളവർ വിശുദ്ധരായിരിക്കുന്നത് പോലെ അങ്ങനെ വിശുദ്ധരായ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മക്കൾക്ക് എന്താണ് അശുദ്ധി? നിങ്ങൾ പറയൂ. അങ്ങനെ ജനിക്കുന്ന അങ്ങനെ വിശുദ്ധരായ മാതാപിതാക്കളിൽ ജനിക്കുന്ന മക്കൾക്ക് എന്താണ് അശുദ്ധി? അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് അവര് സ്നാനമേൽക്കാൻ പാടില്ല? അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണ് മാറേണ്ടത്. പെന്തിക്കോസുകാരുടെ, അതായത് ഈ പുസ്തകത്തിന് അടിമകളായിരിക്കുന്ന പെന്തിക്കോസ് വിശ്വാസികളുടെ നിങ്ങളുടെ ഈ ചിന്താഗതിയാണ് മാറേണ്ടത്. കാരണം നിങ്ങൾ ബൈബിളിലല്ല വിശ്വസിക്കുന്നത്. നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പറയുന്നു ഞങ്ങൾ ബൈബിളിലാണ് വിശ്വസിക്കുന്നത്, പക്ഷേ നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കുട്ടികളെ സ്നാനപ്പെടുത്തുന്നതിന് ബൈബിൾ എതിരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ പഴയ നിയമ കർത്താവിൽ നിന്ന് പുതിയ നിയമ കർത്താവിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്താലേ നടക്കൂ. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ആ കാലഘട്ടത്തിൽ നിന്ന് പുതിയ വിശ്വാസത്തിലേക്ക് മാറാൻ പറ്റൂ. യഹൂദ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മാറണമെങ്കിൽ അവിടെ സ്നാനം അത്യാവശ്യം. വിശ്വാസത്തിനെ, അതായത് ആ കർത്തൃത്വത്തിന്റെ മാറ്റത്തെ വിശ്വസിച്ചാൽ മാത്രമേ ആ വിശ്വാസം
സ്നാനം ഏൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് മർക്കോസ് അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം വരുന്നവർ, ക്രിസ്ത്യാനികളായിരിക്കുന്നവർ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അവര് ആ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വരുന്നവർക്ക് ഇനി പുതിയൊരു മാറ്റത്തിന്റെ ആവശ്യമില്ല. കർത്താവിൽ മാറ്റം വരുന്നില്ല. മാതാപിതാക്കളുടെ കർത്തൃത്വത്തിൽ മാതാപിതാക്കൾ വിശ്വസിക്കുന്ന അതേ കർത്താവിൽ അവരും വിശ്വസിക്കുകയാണ്. അപ്പൊ കർത്തൃത്വ മാറ്റം അവിടെ സംഭവിക്കാത്തിടത്തോളം കാലം ഒരാവശ്യവുമില്ല. ഈ വിശ്വാസ സ്നാനം, മുതിർന്ന സ്നാനത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിക്കുന്ന കുട്ടികൾ ക്രിസ്ത്യാനികളാണ്. അതായത് യഹൂദമതത്തിൽ ജനിക്കുന്ന കുട്ടികൾ യഹൂദന്മാരായിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്നവർ ക്രിസ്ത്യാനികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ മാമോദീസ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെയായിരുന്നു യഹൂദനും അവന്റെ കുട്ടികളെ 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ വിശ്വാസത്തിൽ തന്നെയാണ്. അവരുടെ കർത്താവ് ഈ പറയുന്ന പഴയ നിയമ കർത്താവായ ഈ കുരുവിളച്ചായന്റെ കർത്താവായ യഹോവ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം 8-ാം ദിവസം പരിച്ഛേദന കഴിച്ച് അവനെ യഹൂദനാക്കുകയാണ്. അപ്പൊ യഹൂദന്റെ ദൈവത്തെ അറിയാതെയാണോ ഈ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത്? അല്ല. അപ്പൊ അതുപോലെ തന്നെയാണിതും. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ ഞങ്ങളുടെ വിശ്വാസികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, സരളമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബൈബിളിനെ പറ്റിയോ ബൈബിളിൽ ക്രിസ്തു പറഞ്ഞിട്ടുള്ളതിനെ പറ്റിയുള്ള ആഴമായ അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇമാതിരിയുള്ള വേണ്ടാധീനങ്ങൾ വിളിച്ചു പറയുന്നതും അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ഒക്കെ. നിങ്ങൾ ഈ പറയുന്ന വളരെ വിശ്വസിച്ച് സ്നാനമേറ്റ് ജീവിക്കുന്ന ആൾക്കാർ ഈ വഴിതെറ്റി പോകുന്നില്ലേ? തിരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നില്ലേ? തിരിച്ച് സുറിയാനി സഭാ വിശ്വാസത്തിലേക്ക് വരുന്നില്ലേ? കത്തോലിക്ക സഭ വിശ്വാസത്തിലേക്ക് വരുന്നില്ലേ? അവർ ഹിന്ദുക്കളായി മാറുന്നില്ലേ? നിങ്ങൾ പറഞ്ഞ ഈ വിശ്വാസ സ്നാനമേറ്റവർ എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ തരാം. അപ്പൊ അതിനെ നിങ്ങൾ എങ്ങനെ കാണും? അത് വിശ്വസിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വിശ്വാസ സ്നാനമേറ്റവൻ വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോയാൽ. അപ്പൊ ഇതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല. ക്രൈറ്റീരിയ എന്താണ്? ശിശുസ്നാനം ബൈബിൾ സംബന്ധമായി ബൈബിൾ എതിർക്കുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചരിത്രപരമായ കാര്യങ്ങൾ, അതായത് ചരിത്രത്തിൽ സഭാപിതാക്കന്മാർ അല്ല അപ്പോസ്തലന്മാരും അപ്പോസ്തലന്മാർക്ക് ശേഷം വന്ന അപ്പോസ്തോലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും ഈ പറഞ്ഞിരിക്കുന്ന ശിശുസ്നാനത്തെ അംഗീകരിച്ചു കൊണ്ടതിനുള്ള വളരെ വലിയ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ തരാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏതൊക്കെ പിതാക്കന്മാരാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന്, അവരുടെ പ്രിഫറൻസ്, ഇതിനെപ്പറ്റിയൊക്കെ വളരെ ചരിത്രപരമായ പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശിശുസ്നാനം എന്ന് പറയുന്നത് ആദിമസഭ പിന്തുടർന്ന് വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ക്രിട്ടിസൈസ് ചെയ്ത് നിങ്ങളിതിനെ എന്നാ പിന്നെ ആശുപത്രി കൊണ്ടുപോയപ്പം അസുഖം വന്നപ്പം അങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ കല്യാണവും അങ്ങനെ അങ്ങ് ചെയ്തുകൂടെ? ഇതൊക്കെ ബാലിശമായ കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു കാര്യത്തെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അതിന് ദൈവശാസ്ത്രപരമായ നിലനിൽപ്പ് വേണം, ഇല്ലെങ്കിൽ ബൈബിൾ പരമായിട്ട് നിലനിൽപ്പ് വേണം, ഇല്ലെങ്കിൽ അതിന് ലോജിക്കലായ നിലനിൽപ്പ് വേണം. ഈ 3 കാര്യവും ഇല്ലാതെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അറിവില്ലായ്മയാണെന്ന് തെറ്റിദ്ധരിക്കാൻ കാരണമാവും. അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇത് ചെയ്യരുത്. അപ്പോൾ ഈ അച്ചായനോട് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പിതാവ് പറഞ്ഞത് വളരെ സരളമായിട്ട് ആ ചോദ്യം ചോദിച്ച പലപ്പോഴും ഞങ്ങളുടെ പിതാക്കന്മാർ മറുപടി നൽകുന്നത് ചോദ്യത്തിന് മാത്രമല്ല, ആ ചോദ്യം ചോദിക്കുന്ന ആളിനും വേണ്ടിയിട്ടാണ് ഉത്തരം കൊടുക്കുന്നത് പലപ്പോഴും. അപ്പൊ ആ ചോദ്യം ചോദിച്ച ആളിന്റെ ഇന്റലിജൻസിനനുസരിച്ച് അവരുടെ ആ ചോദ്യത്തിന് ആണ് ഉത്തരം കൊടുത്തത്. അതിനെ എടുത്തേച്ച് ഞങ്ങളുടെ പിതാക്കന്മാരെ സമൂഹ മധ്യത്തിൽ ആക്ഷേപിക്കാൻ ഒരു പെന്തിക്കോസുകാരനും ഒരു യഹോവ സാക്ഷിയും വളർന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്നാനത്തിന്റെ കാര്യത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പുള്ളിയായിട്ട് ഒരു ഓപ്പൺ ഡിബേറ്റിന് തയ്യാറാണ്. ബൈബിള് ശിശുസ്നാനം തെറ്റാണോ എന്നുള്ളത് നമുക്ക് സഭയും ആദിമസഭ പിന്തുടർന്ന് വന്നിരിക്കുന്ന വിശ്വാസങ്ങളെ നമുക്ക് നോക്കാം. സഭാപിതാക്കന്മാരോ അപ്പോസ്തോലിക പിതാക്കന്മാരും അപ്പോസ്തലന്മാരും ഈ കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം, പരിശോധിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവർക്ക് അവരുടെ ജനത്തെ നയിക്കാൻ നന്നായിട്ട് അറിയാം. പിന്നെ സഭയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്, ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നത് ഒരു സഭയുടെ മാത്രം കാര്യമല്ല, അതെല്ലായിടത്തുനിന്നും. അതിനി ഏത് മതത്തിൽ നിന്നായാലും ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നുണ്ട്.
അവര് പിന്നെ ചിലപ്പോൾ നിരീശ്വരവാദത്തിലേക്ക് പോകും, അവർ മറ്റു മതത്തിലേക്ക് മാറും. ഇതൊന്നും പുതിയ കാര്യമോ അല്ലെങ്കിൽ ഇത് നടക്കാത്ത കാര്യമോ അല്ല. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ പേടിപ്പിച്ചേച്ച് ഞങ്ങൾ ക്രിസ്ത്യാനികളെ ഓലപ്പീപ്പി കാണിച്ച് പേടിപ്പിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. അത് അതിനെ നഖശികാന്തം എതിർക്കും. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾ വളരെ കൃത്യമായിട്ടും ഞങ്ങളുടെ കുട്ടികൾക്ക് സ്നാനം നൽകുന്നത് ബൈബിൾ സംബന്ധമായിട്ട് ബൈബിൾ വെച്ചിട്ട് തന്നെയാണ്, ബൈബിൾ വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോൾ മച്ചാൻ പിന്നെ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 28 അധ്യായം 19, 20 വാക്യം വായിച്ചിട്ടുണ്ടാകത്തില്ല. അതെന്റെ കുഴപ്പമില്ല. അത് അച്ചായ മാത്രമല്ല, ഈ പല ബന്ധിക്കോസുകാരും അങ്ങനെ തന്നെ. പല ബന്ധിക്കോസുകാരും വേണ്ട, ബന്ധിക്കോസ് വിശ്വസിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ താങ്ക് യു. ഇതുവരെ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.